എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞല്ലോ. അത് പ്രകാശിക്കുന്ന വെളിച്ചം. ഏതായാലും ഹബീബിനെ പ്രസവിക്കപ്പെട്ട ഘട്ടത്തിൽ ഒരു വെളിച്ചമങ്ങ് പുറപ്പെട്ടുവല്ലോ. അത് ആകാശഭൂമികൾക്കിടയിൽ നിറഞ്ഞല്ലോ. സുമ്മ വഖായിലൽ അർളി മുഅ്തമിദൻ അലാ യദൈ. ആമിന ബീവി പറയുകയാണ്, പ്രസവിച്ച് കഴിഞ്ഞ കുട്ടിയെ നോക്കുമ്പോൾ ആ കുട്ടിയുടെ കിടപ്പ് അത്ഭുതമാണ്, മഹാത്ഭുതം. കുട്ടി കിടക്കുന്നത് രണ്ട് കൈയും നെറ്റിയൊക്കെ ശരിക്കും നിലത്തിങ്ങനെ വെച്ചിട്ട് സുജൂദിൽ കിടക്കുക. സുജൂദിൽ കിടക്കുകയാണ്. സുമ്മ അഖദ ഖബ്ലതൻ മിനത് തുറാബ്. എന്നിട്ട് ഭൂമിയിൽ നിന്ന് ഒരു പിടി മണ്ണ് വാരി വറഫറസഹു ഇലസ്സമാ. വല്ലാത്ത ഒരു അത്ഭുതം. ഒരു പിടി മണ്ണങ്ങട്ട് വാരിയിട്ട് നേരെ മുകളിലേക്ക് നോക്കി അങ്ങനെ എന്തോ വായിക്കുന്നത് പോലെ, എന്തോ ശ്രദ്ധിക്കുന്നത് പോലെ ഇരിക്കുകയായിരുന്നു ഈ കുട്ടിയെന്ന് ബഹുമാനപ്പെട്ട ആമിന ബീവി റളിയല്ലാഹു അൻഹു. അത്ഭുതമായിരുന്നു, മഹാത്ഭുതം. അതിന് പുറമെ പ്രസവം കഴിഞ്ഞ ഉടനെ തന്നെ അതാ അഭിനന്ദനത്തിന്റെ മഹത്തായ സന്ദേശം അറിയിച്ചുകൊണ്ട് യർഹമുക്കല്ലാഹ്, നാല് ഭാഗത്തു നിന്നും വിളിയാളമുണ്ടായി. ആരാണ് വിളിച്ചു പറഞ്ഞതെന്നറിയില്ല. യർഹമുക്കല്ലാഹ്, യർഹമുക്കല്ലാഹ്, നിനക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. വല്ലാത്ത ഒരു അശരീരി. ആമിന ബീവിക്ക് വേണ്ട ശുശ്രൂഷകളൊക്കെ ആ സമയത്ത് ചെയ്തു കൊടുത്ത ബഹുമാനപ്പെട്ട ഷിഫാ ബീവി പറയുകയാണ്. ഷിഫാ ബീവി പറയാണ്, ഹീന സഖത അലാ യദൈഹാ വസ്തഖല്ല സമിഅതു ഖായിലൻ യഖൂൽ യർഹമുക്കല്ലാഹ്. പ്രസവം കഴിഞ്ഞ് കുട്ടി ഇങ്ങനെ സുജൂദ് കിടക്കുക. അപ്പോഴാണ് നാല് ഭാഗത്തുമെന്ന പോലെ ഒരു വിളിയാളം, യർഹമുക്കല്ലാഹ്. ഇത് റഹ്മത്തിന്റെ കേദാരമല്ലേ? യാ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, വമാ റസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. നബിയെ, നിങ്ങളെ കാരുണ്യമായിട്ടാണ് അയച്ചത്. ആ കാരുണ്യത്തിന്റെ സന്ദേശം, അതിന്റെ അശരീരി പിറന്നു വീണ ഘട്ടത്തിൽ തന്നെ നാല് ഭാഗത്തു നിന്നും കേട്ടു. എല്ലാം വ്യത്യസ്തമായിട്ടാണ്. ഒരാളും അതുപോലല്ല. മാത്രമല്ല, വലിയ ഒരു അത്ഭുതമായിരുന്നു. അറബികൾക്ക് സാധാരണ ഒരു പതിവുണ്ടായിരുന്നു. രാത്രിയാണ് പ്രസവിക്കപ്പെടുന്നതെങ്കിൽ ആ കുട്ടിയെ നല്ല കല്ലിന്റെ ചട്ടി കൊണ്ട് മൂടിവെക്കും. അറബികൾക്കിടയിൽ വ്യാപകമായ ഒരാചാരായിരുന്നു. ജനനത്തോടനുബന്ധിച്ച് രാത്രിയാണ് കുട്ടി ജനിക്കുന്നതെങ്കിൽ കുട്ടി ഒരിക്കലും ഇരുൾമുട്ടിയ രാത്രിയെ അല്ല കാണേണ്ടത്. ഈ ലോകത്തെ കുട്ടി ആദ്യമായി കാണുമ്പോൾ വെളിച്ചമുള്ള ലോകത്തെ കാണണം, ഇരുളല്ല കാണേണ്ടത്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നറിയോ? നല്ല ഉറപ്പുള്ള കല്ലിന്റെ ചട്ടി കൊണ്ട് കുട്ടിയെ മൂടിവെക്കും. അങ്ങനെ സാധാരണ അവരുടെ ജനനത്തോടനുബന്ധിച്ചുള്ള ആ ആചാരം മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലും ചെയ്തു. അങ്ങനെ ഉണ്ടല്ലോ, ജനനത്തോടും മരണത്തോടുമൊക്കെ അനുബന്ധിച്ച് പല നാട്ടിലും പല ആചാരങ്ങളുണ്ടാവും. ജനനത്തോടും മരണത്തോടുമൊക്കെ അനുബന്ധിച്ച് പല നാട്ടിലും പല ആചാരങ്ങൾ ഉണ്ടാവും. അതുമായി ബന്ധപ്പെട്ടുള്ള പല വിശ്വാസങ്ങളുണ്ടാവും. അറബികൾക്കിടയിലുള്ള വിചിത്രമായ ഒരു ആചാരമായിരുന്നു, അവര് കുട്ടിയെ ശരിക്ക് ഒരിക്കലും പുറം ലോകം കാണാത്ത രൂപത്തിൽ ചട്ടി കൊണ്ട് മൂടിവെക്കും. എന്നതുപോലെ മൂടിവെച്ചു മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ അത്ഭുതമുണ്ടായി. ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. മഹാനായ ഇബ്നു കസീർ തങ്ങൾ അൽ ബിദായത്തു വൻ നിഹായയിൽ ഉദ്ധരിക്കുന്നതും കാണാ, കാനൽ മൗലൂദു ഇദാ വുളിയ ഫീ ഖുറൈശ്. ഖുറൈശികളിൽ ഒരു കുട്ടി ജനിച്ചാൽ അത് രാത്രിയാണെങ്കിൽ ദഫഊഹു ഇലാ നിസ്വത്തിൻ മിൻ ഖുറൈശ് ഇലാ സുബ്ഹി യക്ഫിന അലൈഹി ബുർമ. നല്ല കല്ലിന്റെ ചട്ടി കൊണ്ട് മൂടി വെക്കാൻ വേണ്ടി കുട്ടിയെ ഖുറൈശി പെണ്ണുങ്ങൾക്ക് കൊടുക്കും. അവര് ശരിക്കും മൂടി വെക്കും. ഫലമ്മാ വലിദ റസൂലുള്ളാഹ്
ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബ് ജനിച്ചപ്പോൾ ദഫഅഹു അബ്ദുൽ മുത്തലിബ് ഇലാ നിസ്വത്തിൻ, അബ്ദുൽ മുത്തലിബ് പെണ്ണുങ്ങൾക്ക് കൊടുത്തു കുട്ടിയെ. എന്തിനാ കൊടുത്തത്? യക്ഫിന അലൈഹി ബുർമ, ഈ ചട്ടി കൊണ്ട് ശരിക്കും മൂടാൻ വേണ്ടിയിട്ട്. ഈ ഇരുൾമുറ്റിയ രാത്രിയെ അല്ല കുട്ടി കാണേണ്ടത്, പകലാണ് കുട്ടി ആദ്യമായി കാണേണ്ടത്. അങ്ങനെ ശരിക്ക് കുട്ടിയെ നല്ലോണം മൂടി വെച്ചു. ഫകഫഅന അലൈഹി ബുർമ, ശരിക്കും നല്ലപോലെ മൂടി വെച്ചു. ഫലമ്മാ അസ്ബഹന, അങ്ങനെ കേൾക്കും മുഅ്മിനെ, പ്രഭാതമായപ്പോൾ ആ പെണ്ണുങ്ങൾ അതൈന, ആ കുട്ടിയുടെ അടുത്ത് ചെന്നപ്പോൾ ഫവജദനൽ ബുർമത ഖദിം ഫലത അൻഹു ബിസ്നതൈൻ. കുട്ടിയെ ശരിക്കും മൂടി വെച്ചിട്ടുണ്ട്. കുട്ടിയെ ശരിക്ക് ഈ കല്ലുകൊണ്ട്, ഉറപ്പുള്ള കല്ലിന്റെ ചട്ടി കൊണ്ട് മൂടി വെച്ചിട്ടുണ്ട്. നേരം വെളുത്ത് ചെന്ന് നോക്കുമ്പോ ചട്ടി ഇങ്ങനെ പൊട്ടിക്കിടക്കുന്നുണ്ട്. രണ്ട് ഭാഗമായി ചട്ടി പൊട്ടിക്കിടക്കുന്നുണ്ട്. കുട്ടിയോ വജദ്നഹു മഫ്തൂഹുൽ ഐനൈനി ശാഖിസൻ ബിബസരിഹി ഇലസ്സമാ, കുട്ടിയാവട്ടെ ആകാശത്തിലേക്ക് നോക്കിയിരിക്കുകയാണ്. ആകാശത്തിലേക്ക് കണ്ണും നട്ട് നോക്കിയിരിക്കുകയാണ്. കുട്ടി വലിയ സന്തോഷത്തിലാണ്. വലിയ അത്ഭുതം. ഖുറൈശി പെണ്ണുങ്ങൾക്ക് അത്ഭുതം. ഇങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ. ഇത്രയും ഉറപ്പുള്ള ഈ ചട്ടി ഇങ്ങനെ നെടുക പിളർന്നത് എന്തുകൊണ്ട്? ഉടനെ തന്നെ ഫാതാഹുന്ന അബ്ദുൽ മുത്തലിബ, ആ പെണ്ണുങ്ങൾ അബ്ദുൽ മുത്തലിബിന്റെ അടുക്കൽ ചെന്നു. ഫഖുൽന ലഹു മാ റഅയ്നാ മൗലൂദൻ മിസ്ലഹു, എന്നിട്ട് അബ്ദുൽ മുത്തലിബിനോട് പറഞ്ഞു, ഇതുപോലെ ഒരു കുട്ടിയെ ഞങ്ങൾ കണ്ടിട്ടില്ല. എന്തൊരു അത്ഭുതമുള്ള കുട്ടിയാ, ഇതെന്തൊരു അത്ഭുതമുള്ള കുട്ടിയാണ്, ഇതുപോലെ ഒരു കുട്ടിയെ കണ്ടിട്ടില്ല. ഫഖാല